കച്ചവട യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവ് സമ്പാദിക്കാനാണ് കച്ചവടം ചെയ്യുന്നത്. ആ യാത്രയിൽ അയാൾക്ക് എന്ത് ചെയ്യാം? രോഗിയോ യാത്രക്കാരനാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. മറ്റു മാസത്തേക്ക് ഫൈദത്തു മിൻ അയ്യാമിൻ ഉഖർ ഒഴിവാക്കാം. അയാൾക്ക് നമസ്കാരം കസ്റാക്കാം, ജമ്മാക്കാം. അതൊക്കെ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഇബാദത്തുകളാണ്. പക്ഷെ കച്ചവട യാത്രയാണെങ്കിൽ പോലും അയാൾക്ക് നമസ്കാരം കസ്റാക്കാം, ജമ്മാക്കാം. ആ ആനുകൂല്യങ്ങൾ നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ അവനവർ സമ്പാദിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നു. അതിന് മതത്തിന്റെ നിയമങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നു. അത് നല്ല രീതിയിൽ അനുവാദം നൽകുന്നു. സമ്പാദിക്കാതെ തവക്കുലാണെന്ന് പറഞ്ഞ് ജോലി ചെയ്യാതെ മടിയന്മാരായി പള്ളിയിലിരുന്ന് ധ്യാനനിരതരായിരിക്കുന്നവരോ അല്ലെങ്കിൽ സൂഫികളെ പോലെ പള്ളിയും മനുഷ്യരുള്ളോടുന്നൊക്കെ ഒഴിവായിട്ട് കാട്ടിൽ കയറുന്നോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ അതിന്റെ തത്വം അതാണ്. ഇത് നമ്മൾക്ക് ഇസ്ലാം ഒരു നല്ല കാര്യമായിട്ട് പഠിപ്പിക്കുന്നു. അമിതം ചെയ്യാൻ പാടില്ല, പിശുക്ക് കാണിക്കാൻ പാടില്ല, നല്ല രൂപത്തിൽ സമ്പാദിക്കുക, അങ്ങേ പുറത്തേക്ക് ഇങ്ങേ പുറത്തേക്ക് ഒന്നും പാടില്ലാത്ത മിതമായ മനുഷ്യ പ്രകൃതി അംഗീകരിച്ചു കൊണ്ടുള്ള ആ തത്വം അംഗീകരിക്കും. ആ മനുഷ്യ പ്രകൃതിയെ എതിർക്കുന്ന ചില ദർശനങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇന്നുകൂടെ നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യ പ്രകൃതി ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ അഭിവാഞ്ച ഇസ്ലാം നിരുത്സാഹപ്പെടുത്താതെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇസ്ലാം അവിടെ ചെയ്യുന്ന നിയന്ത്രണം എന്താണ്? നിങ്ങൾ ആ സമ്പാദ്യം അവന്റെ കയ്യിൽ വന്നാൽ ആ സമ്പാദ്യത്തിന് ഇത്ര ഭാഗങ്ങളൊക്കെ ഇന്ന ആളുകൾക്ക് കൂടി അവകാശപ്പെട്ടാണ്, അവർക്ക് കൂടി നൽകണമെന്ന ഒരിടപെടലാണ് ഇസ്ലാം അവിടെ നടത്തുന്നത്. സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയല്ല, ആ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു വിധി വിലക്കുകൾക്ക് വിധേയമായിട്ട്. ആ സമ്പാദിക്കാനുള്ള താല്പര്യത്തെ അടിച്ചമർത്താൻ പാടില്ല, അത് കഴിയില്ല. അത് വ്യക്തികൾക്ക് സമ്പാദിക്കാം. അതാണ് ഇപ്പോഴൊക്കെ നമ്മളുടെയൊക്കെ പുതിയ ചർച്ചകൾ, പുതിയ ലോകത്തിലെ ചിന്തകൾ. അങ്ങനെ അത് വ്യക്തിക്ക് സമ്പാദിക്കാമോ? സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പാടുണ്ടോ? അത് സ്റ്റേറ്റിൻ്റെതും പൊതു സ്വത്തുമൊക്കെ ആയിട്ട് വരേണ്ടതില്ല എന്നൊക്കെയുള്ള ചിന്തകൾ, കമ്മ്യൂണിസ്റ്റ് ചിന്തകളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ഇസ്ലാം അതിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല. ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നത് മാത്രമേ ഉള്ളൂ. മനുഷ്യന് വ്യക്തിപരമായിട്ട് സമ്പാദിക്കാൻ കഴിയണം, അപ്പോഴേ മനുഷ്യൻ സമ്പാദിക്കുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് അതിന് സാധാരണ പറയുന്നൊരു ഉദാഹരണം, നമ്മുടെ നാട്ടിലൊക്കെ പരക്കറിയുന്ന ഉദാഹരണം, ഈ നമ്മളുടെ ഒരു പ്രൈവറ്റ് ആളുകൾ വ്യക്തിപരമായിട്ട് നടത്തുന്ന ഒരു ഇടപാടും ഒരു പൊതുമേഖലയിൽ നടക്കുന്ന ഒരു ഇടപാടും താരതമ്യം ചെയ്താൽ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അല്ല, ഒരു സ്വകാര്യമായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഒരു ഏർപ്പാട് വളരെ പെട്ടെന്ന് പച്ചപിടിക്കുകയും വികസിക്കുകയും ലാഭകരമായി മാറുകയും ചെയ്യുന്നു. ഒരു പൊതുമേഖലയിൽ നടത്തുന്ന, ഗവൺമെന്റ് കീഴിൽ നടത്തുന്ന, പൊതുമേഖലയിൽ നടത്തുന്ന ഒരു സംവിധാനം പച്ച പിടിച്ചെടുക്കാൻ സമയമെടുക്കുന്നു. എത്ര സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരും ബുദ്ധിയും സാമർഥ്യമുള്ളവരും നേതൃത്വം കൊടുത്താലും അത് പച്ച പിടിക്കാൻ സമയമെടുക്കുന്നു, ലാഭം നേടിയെടുക്കാൻ സമയമെടുക്കുന്നു. എന്നല്ല, കാലം കഴിയും തോറും അത് പിന്നോട്ടടിക്കുകയും ചിലപ്പോൾ പൊളിഞ്ഞ് പാപ്പരായി പോവുകയും ചെയ്യുന്നു. ആ വ്യക്തി എന്നെ ഇങ്ങേ ഭാഗത്ത് പ്രൈവറ്റായിട്ട് വേറെ ഏർപ്പാട് നടത്തുന്നുണ്ടെങ്കിൽ അത് നല്ലോണം പച്ച പിടിച്ച് ഉഷാറാവുകയും ചെയ്യും. എന്താ വ്യത്യാസം? ഇത് തനിക്ക് കിട്ടുമെന്നുള്ള, തൻ്റേതാണ് എന്നുള്ള തോന്നൽ. ആ തോന്നൽ ഉണ്ടാകുന്നിടത്ത് മനുഷ്യൻ പോഷിപ്പിക്കും. ഇതെല്ലാവരുടെയുമാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമല്ലോ, ആ സിദ്ധാന്തം വെച്ച് പുലർത്തുന്നിടത്ത് ചൈനയിലൊക്കെ സംഭവിച്ചതുപോലെ കമ്മ്യൂൺ എന്ന് പറയുന്ന, നമുക്ക് സംസാരിക്കാൻ സമയത്ത് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ വന്നാൽ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടാവുന്ന, ആ കമ്മ്യൂണിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും തുല്യ അവകാശം എന്ന, ആരും പണിയെടുക്കൂല. നമ്മളെ KSRTC ബസ്സും നമ്മളെ പ്രൈവറ്റ് ബസ്സും വളരെ പെട്ടെന്ന് മനസ്സിലാണ് ഉദാഹരണം. KSRTC പ്രൈവറ്റ് ബസ്സിന്റെ ടയർ പഞ്ചറായ എന്താ ചെയ്യുക നമുക്കറിയാം. നമ്മൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കണ്ടുകൊണ്ടു രണ്ടിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലും ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്ത് പോയാൽ വഴിയിൽ ടയർ പഞ്ചറായ നമ്മൾക്കറിയാം. കണ്ടക്ടർ ഇറങ്ങും, ഡ്രൈവർ ഇറങ്ങും, കിളി അതിനായിട്ട് കിളിയിലുണ്ടാവും. മറ്റേ ആകെ ഒരു ഡ്രൈവറും കണ്ടക്ടർ മാത്രമേ ഉള്ളൂ, എല്ലാ പണിയും മറ്റൊന്നു തന്നെയാണ്. ഇവർ നന്നായിട്ട് ഇറങ്ങി അതിന്റെ എല്ലാ സ്പാനറും എല്ലാ കുന്ത്രാണ്ടും അതിനുള്ളിൽ എടുത്ത് അഴിച്ച് രണ്ടാമത് ടയർ ഒക്കെ ഫിറ്റ് ചെയ്ത് അവരടിയിൽ കയറി മുകളിൽ കയറി എപ്പോഴും 10 മിനിറ്റ് കൊണ്ട് പണിയൊക്കെ തീർത്ത് ടിൻഡിനടിച്ച് ഡബിൾ അടിച്ച് പോലും വിടൽ തുടങ്ങും. ഒരു പോണ്ടെടുത്ത് ആ 10 മിനിറ്റ് നഷ്ടപ്പെട്ടത് ഓടിയെടുത്ത് അപ്പുറത്തെത്തി മുന്നിൽ മറ്റവന്റെ കിട്ടുമോ നോക്കിയിട്ട് 2 ആളെങ്കിലും അതിനും കൂടി കയറ്റാൻ പറ്റുമോ, ആ തിരക്കിൽ കയറ്റാൻ പറ്റുമോ നോക്കിയിട്ട് ഇനിയും പോകും. ഓൻ അവിടെ എത്തേണ്ടടുത്ത് ആ സമയത്ത് തന്നെ എത്തും, അതിനേക്കാൾ നേരത്തെ വൈകിയൊക്കെ എത്തും. KSRTC ടയർ പഞ്ചറായ നമുക്ക് ഉറപ്പായി അതിന് ആ എടുത്ത ടിക്കറ്റിന്റെ കാശ് റീഫണ്ട് ചെയ്യൂല. ഒന്ന്, അത് വേറെ ഭാഷ, ഗവൺമെന്റ് നിയമം. രണ്ടാമത്തെ ആദ്യം ചെയ്യുന്ന അറിയുക, ഡ്രൈവർ കണ്ടക്ടർ ആ ബാക്കിലെ സീറ്റ് പോയി മരുന്നാട് കിടക്കും സുഖമായിട്ട്. എന്തൊരു ആശ്വാസം, പഞ്ചറായില്ലേ?
ഇനി മൊബൈൽ സർവീസ് ചെയ്യുന്ന വാനുണ്ടായി വരട്ടെ, അവർ വന്ന് നന്നാക്കി ടയറൊക്കെ കഴിച്ച് ശരിയാക്കി നമുക്ക് പോകാറ്. നമ്മളെന്താ ആരും ചെയ്തു തരാൻ പറ്റും? ഗവൺമെന്റ് ഒരു സാധനം നമ്മൾ ചെയ്തു തരാൻ, അങ്ങനെ സാധനം മുന്നിൽ വന്നിക്കില്ല, ചെയ്തു തരാന് രണ്ട് കൊടുക്കാനൊന്നും കഴിയില്ലോ. ഇവര് പറയാം ഞങ്ങൾ എന്ത് ചെയ്യാനാ, അത് റീഫണ്ട് ചെയ്യാൻ വകുപ്പിന്റെ ഇനി ഇതേ വഴിക്ക് ഈ വഴിക്കുള്ള ഒരു KSRTC വന്നാൽ ഞങ്ങൾ കയറ്റി തരാം. ആ വഴിക്ക് ചിലപ്പോൾ KSRTC ഇല്ലെങ്കിൽ ഇത് നന്നാവിടെ വരെ നമ്മൾ ഇരുന്നോളെ വേറെ ബസ് പോയിക്കോളും. പിന്നെ എന്നാ ഒരു നല്ല മനസ്സ് ചെയ്യാൻ ഒരു ചിലപ്പോൾ നന്നാക്കും ഞങ്ങൾക്ക് തൊടാൻ വകുപ്പില്ല, തൊട്ടാൽ വകുപ്പ് മാറും. അപ്പൊ എന്തായി, വേക്കിലെ നീണ്ട സിഗ്നൽ വന്ന് നീർന്നാണ് കിടന്ന് സുഖമായിട്ടാണ് കിടക്കും. എന്തായാലും വ്യത്യാസം നിങ്ങൾ അതിന് നന്നാക്കിയിട്ട് ഓൽക്കൊന്നും കിട്ടാല്ല. അതേസമയം മറ്റേ നന്നാക്കി ഒരു ഭക്ത കിട്ടാണ്ട് ബാക്കി പലതും കിട്ടാണ്ട് വൈകുന്നേരം കൂടിയില്ലേ മുതലാളി പൈസ കൊടുക്കൂല, ശമ്പളം കൊടുക്കൂല, ടിയും ഒരു കുന്ത്രാണ്ട് കിട്ടൂല. അവനവന് കിട്ടും തോന്നിട്ട് മനുഷ്യൻ സമ്പാദിക്കും. ആ സമ്പാദ്യ ബോധത്തെ ഇസ്ലാം അംഗീകരിക്കുകയും അത് അംഗീകരിച്ചു കൊടുക്കുകയും അത് സ്വയം മനുഷ്യൻ ഉപയോഗപ്പെടുത്തി പോഷിപ്പിക്കാനുള്ള സന്ദർഭവും അവസരവും സാഹചര്യവും കൊടുക്കുകയും കച്ചവടം, കൃഷി, മറ്റു മേഖലകളൊക്കെ കൊടുക്കുകയും എന്നാൽ അതിലൂടെ കിട്ടുന്ന വരുമാനം ആ സാധ്യതകളൊന്നും കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് കൂടി പങ്കുവെക്കണമെന്ന ധാർമ്മിക ബോധം അവനിൽ വളർത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അത് ചെയ്യാത്ത മനുഷ്യന്മാർക്ക് ഇഹലോകത്ത് ശിക്ഷ വിധിക്കുന്ന വകുപ്പുണ്ട്, പരലോകത്ത് ശിക്ഷയുണ്ട്. രണ്ട് ശിക്ഷയും ഒരുപോലെ പറയുന്ന ഒരു വകുപ്പാണ് ഈ സാമ്പത്തിക ഇടപാട്. നിങ്ങൾക്ക് ഇപ്പൊ ഷിർക്ക് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഇഹലോകത്ത് ശിക്ഷ ഉണ്ടോ? ഏറ്റവും വലിയ പാപം ഇന്ന ഷിർക്കൽ മുൽമിന്നീം, ഷിർക്ക് അതിഭയങ്കരമായ അക്രമമാണ്. ഷിർക്ക് ചെയ്യുന്നവർ എന്താ അവിടെ ഇസ്ലാമിക ഗവൺമെന്റ് കീഴിലുള്ള ശിക്ഷ? ഒരു ശിക്ഷയില്ല. ഒരു ഷിർക്ക് ചെയ്ത് ജീവിക്കുക, പരലോകത്ത് നരകത്ത് പോകും, കാലാകാലം നരകത്ത് ഒരിക്കലും സ്വർഗത്ത് വരില്ല. ഹറം അല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം നിഷിദ്ധമാണ്. ശിക്ഷ ഉള്ള ഏത് കാര്യങ്ങൾക്കറിയാം നിങ്ങൾ? മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സമൂഹവുമായി ഇടപെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്തൊക്കെ നിയന്ത്രണങ്ങളുടെ ഹുദൂദ്, അതിർവരമ്പുകൾ വെച്ചിട്ട് ശിക്ഷ വെച്ചിട്ടുണ്ട്. അതിൽ ശിക്ഷ വെച്ച ഒരു വകുപ്പാണിത്. സക്കാത്തിനെ പറ്റി പറഞ്ഞിടത്ത് അത് പ്രത്യേകം പറയുന്നുണ്ട്. അബൂബക്കറിന്റെ വളരെ പ്രസിദ്ധമായ സംഭവം നമ്മൾക്കറിയാലോ. അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തു. ഒരു വലിയ ബാധ്യത തന്നെയായിരുന്നു അബൂബക്കറിനെ സംബന്ധിച്ച്. അത് നമ്മൾ 2.5 വർഷമാണ് അബൂബക്കർ ഖിലാഫത്ത് ഏറ്റെടുത്തത്. ആ 2.5 വർഷം അബൂബക്കർ അല്ലാത്ത ഒരാൾക്ക് സാധിക്കുന്ന കാര്യമായിരുന്നില്ല അത് ഏറ്റെടുക്കാറുണ്ട്. അത് നമ്മൾ ചരിത്രം ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാവും. അള്ളാഹുവിന്റെ റസൂൽ 23 വർഷം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ അവസാനത്തിൽ ഒരു ഇസ്ലാമിക സമൂഹം സൃഷ്ടിച്ച് തിരിച്ചു പോവുകയാണ്. അത്രയും കാലത്തെ പരിശ്രമം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ ഒരു സമൂഹത്തെ, മാതൃകാ സമൂഹത്തെ സൃഷ്ടിച്ച് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു പോവാണ്. ആ തിരിച്ചു പോകുന്ന ആ ഒഴിവിലേക്ക്, റസൂൽ പോകുന്ന ഒഴിവിലേക്ക് ഒരാൾ കയറി നിൽക്കണ്ടേ? അത് ആർക്കാ കഴിയാ? അതിന് പകരക്കാരൻ അബൂബക്കർ മാത്രമേ ഉള്ളായിരുന്നു. ഉമറിന് കഴിയില്ലത്, വേറെ ആർക്കും അത് കഴിയില്ല. അത്ര യോഗ്യൻ അബൂബക്കർ മാത്രം. ആ യോഗ്യത ഉള്ള അബൂബക്കർ ഏറ്റെടുത്ത ആ ദൗത്യം 2.5 വർഷം അദ്ദേഹം ആ സമൂഹത്തെ കൊണ്ടുവരുന്നതാണ് ചരിത്രത്തിൽ അതുല്യമായൊരു സംഭവമാണ്. റസൂലുള്ളാഹിക്ക് പകരം നിൽക്കാൻ ഒരാളുണ്ടാവണം എന്ന് പറഞ്ഞാൽ അയാൾ എന്തുമാത്രം യോഗ്യനായിരിക്കണം? ആ യോഗ്യനാണ് അബൂബക്കർ. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒന്നുണ്ടായത് നോക്കുക നിങ്ങൾ. അദ്ദേഹം സക്കാത്ത് റസൂലിന്റെ കാലത്ത് സംഘടിപ്പിച്ചത് റസൂലാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് സന്ദർഭം കിട്ടിയാൽ പറയാം. സക്കാത്ത് വാങ്ങുന്ന റസൂലാണ്. സക്കാത്ത് ജനങ്ങളിൽ നിന്ന് വാങ്ങി വിതരണം ചെയ്യേണ്ട അതോറിറ്റിയാണ് റസൂല. അത് വിതരണം ചെയ്യേണ്ട അതോറിറ്റിയാണ് റസൂലാക്ക് വേണ്ടി വാങ്ങല്ല. അങ്ങനെ അതോറിറ്റിയാണ് റസൂല. റസൂല് മരിച്ചുപോയി, വഫാത്തായി. ചില ഗോത്രത്തിലെ ചില ആളുകൾ, മക്കയിലുണ്ടായിരുന്ന ചില ആളുകൾ, ചില ഗോത്രക്കാർ പറഞ്ഞു, അവരുടെ വാദം ഖുർആൻ പറഞ്ഞതനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹിക്കാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വസല്ലി അലൈഹിം. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. നീ അവരിൽ നിന്ന് മുഹമ്മദ് നീ സക്കാത്ത് വാങ്ങുക, സമ്പന്നരിൽ വാങ്ങിയിട്ട് ദരിദ്രർക്ക് കൊടുക്കുക, നീ അവരുടെ പേർക്ക് അവർക്ക് നൽകുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നൊക്കെ ഖുർആൻ പറഞ്ഞതല്ലേ. അത് വാങ്ങേണ്ട ആളാരാ? അള്ളാഹുവിന്റെ റസൂല. നമ്മളെ സാധാരണ മസലയാണ് അവർ പറഞ്ഞു. അപ്പൊ എന്താ മസല? ഇപ്പൊ റസൂലില്ല, സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയല്ല. റസൂലില്ലാത്തവർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയല്ല. അബൂബക്കറിന് പകരം വാങ്ങാൻ അവകാശമില്ല, ഖലീഫയല്ല വാങ്ങണ്ടേന്ന് പറഞ്ഞു. അബൂബക്കറിന് പറഞ്ഞു നോക്ക് നിങ്ങൾ. അബൂബക്കറിന് പറഞ്ഞത് ഈ ലൗ മനഊനി
ഇഖാലൻ ഔ ഇനാഖൻ കാനൂ യദൂറഹ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതും അലൈഹ. അള്ളാഹുവിന്റെ റസൂല് ഈടാക്കിയിരുന്ന, അദ്ദേഹത്തിന് അവർ നൽകിയിരുന്ന ഒരു ഒട്ടകത്തെ കെട്ടുന്ന കയറ് അല്ലെങ്കിൽ ഒരു ഒട്ടകക്കുട്ടി, 2 റിപ്പോർട്ടുകളുണ്ട്, ഏതായിരുന്നാലും അതെനിക്ക് അവർ നൽകുന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ പേരിൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന അബൂബക്കർ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദുനിയാവിൽ തന്നെ അതിനുള്ള വകുപ്പുള്ള ഒരു സംഗതിയാണ് സക്കാത്ത് എന്ന, പണത്തിന്റെ ഇടപാടാണ്. പണത്തിന്റെ ഇടപാടിനെ അങ്ങനെ സംബന്ധിച്ച് അള്ളാഹു റസൂലിനെ പറ്റി പറഞ്ഞു നോക്ക് നിങ്ങൾ. ഫമൻ അഅതാഹ മുഅ്തജിറൻ ഫലഹു അജ്റുഹു ഫമൻ മനാഹ ഫഇന്ന ആഖിറുഹാ വശത്രു മാലിഹി അസ്മത്ത് മിൻ അസ്മാത്തി റബ്ബിന ലാ യഹില്ലു ലിആലി മുഹമ്മദിൻ മിൻഹാ ഷൈഉൻ. ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം റസൂലുള്ളാഹിന്റെ, അത്യുദാത്തമായ പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം നോക്കൂ നിങ്ങൾ. ഫമൻ അഅതാഹ മുഅ്തജിറൻ ഫലഹു അജ്റുഹു. ആരെങ്കിലും സ്വയം പ്രേരിതനായി കൂലി പ്രതീക്ഷിച്ച് സക്കാത്ത് കൊടുത്താൽ അവനൊരു കൂലി കിട്ടും. നല്ല മനസ്സോടുകൂടി പൂർണ്ണ സംതൃപ്തിയോടുകൂടി പടച്ചവന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആരെങ്കിലും സക്കാത്ത് കൊടുത്താൽ അവനൊരു കൂലി കിട്ടും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഫമൻ മനഹ, ആരെങ്കിലും അത് നൽകാതിരുന്നാൽ, തടഞ്ഞാൽ, നാം അത് അവനിൽ നിന്ന് പിടിച്ചു വാങ്ങും. അവന് സക്കാത്ത് അവൻ പിടിച്ചു വാങ്ങും. അല്ല, വശത്രു മാലിഹി, അവന്റെ പകുതി സ്വത്ത് ബൈത്തുൽ മാലിലേക്ക് കണ്ടുകെട്ടും. അവന്റെ പകുതി സ്വത്ത് ബൈത്തുൽ മാലിലേക്ക് കണ്ടുകെട്ടും. അസ്മത്ത് മിൻ അസ്മാത്തി റബ്ബിന, ഈ പറയുന്നത് നമ്മുടെ റബ്ബിന്റെ തീരുമാനം പറയുന്നത്, ഞാൻ എന്റെ അഭിപ്രായം പറയല്ല. മുഹമ്മദ് വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യമല്ലത്, അള്ളാഹുവിന്റെ വിധിയാണ് പറയുന്നത്. അസ്മത്ത് മിൻ അസ്മാത്തി റബ്ബിന. എന്നിട്ട് വീണ്ടും പറയുന്നു ലാ യഹില്ലു ലിആലി മുഹമ്മദിൻ മിൻഹാ ഷൈഉൻ. ഈ ഇങ്ങനെയൊക്കെ വാങ്ങുന്നു പറഞ്ഞല്ലോ, കൊടുക്കാത്തതിനോട് പിടിച്ചു വാങ്ങും, അവന്റെ പകുതി സ്വത്ത് കണ്ടുകെട്ടുന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ അള്ളാന്റെ വിധിയാന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ പറയുന്നതിനർത്ഥം മുഹമ്മദ് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ധരിക്കേണ്ട. മുഹമ്മദിനോ കുടുംബത്തിനോ ഒരു നയാ പൈസ ഇതിന് വാങ്ങാൻ യാതൊരു അവകാശവും. അവകാശികൾ കിട്ടേണ്ട സ്വത്ത് വാങ്ങിക്കൊടുക്കുന്ന പറഞ്ഞു. പിന്നെ അതിന്റെ അർത്ഥം പറയുന്നത് മറ്റു നിയമങ്ങൾ പോലെയല്ല സാമ്പത്തിക ഇടപാട്. അതിനൊരു പൊതു സ്വഭാവമുള്ളത്, അള്ളാഹുവിനെ പേടിച്ച്. ഇപ്പം സക്കാത്ത് കൊടുക്കേണ്ട നിയമം ആദ്യം പറഞ്ഞു, ഇങ്ങനെ സ്വയം കൊടുക്കാൻ തയ്യാറുള്ളവൻ കൊടുത്താൽ ഒരു കൂലിട്ടുന്നതാണ്. അത് ഒരാൾക്ക് അതിനെ കൊടുക്കാൻ തയ്യാറില്ല നിൽക്കുക. ഒരു മുസ്ലിം സമൂഹത്തിലെ വ്യക്തിയാണ്, അംഗമാണ് അയാൾ. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പടച്ചോനെ പേടിച്ച് പരലോകം പേടിച്ച് കൊടുക്കാൻ തയ്യാറില്ല. അയാൾക്കുള്ള നിയമങ്ങൾക്കൊക്കെ വിധേയനായ ആൾ, എല്ലാ ബാധ്യത അയാൾക്കുണ്ട്. പക്ഷെ അയാൾ കൊടുക്കാൻ തയ്യാറില്ല. കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ അയാൾ കിട്ടൂല. കിട്ടാതിരുന്നാൽ അത് വാങ്ങാൻ അവകാശപ്പെട്ട സാധുക്കളുണ്ടല്ലോ, ആ സാധുക്കൾക്ക് കൊല്ലം കിട്ടുമോ? കിട്ടില്ല. ഇവന് പരലോകബോധം വരുന്നവരെ കാത്തിരിക്കാൻ സമയമില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. അവൻ പരലോകബോധം വന്ന് നന്നാവട്ടെ എന്ന് കാത്തിരിക്കാൻ സമയമല്ല. ഈ മുസ്ലിമായി ജീവിക്കുന്നുണ്ടോ അവരിൽ നിന്നത് കണ്ടുകെട്ടും, പിടിച്ചു വാങ്ങും. പോലീസിനും പട്ടാളത്തെയും വിട്ട് ഗവൺമെന്റ് അധികാരത്തിലുള്ള ഗവൺമെന്റ് അത് വാങ്ങിക്കൊണ്ടുവരാം. അവന്റെ പകുതി സ്വത്ത് ഒരു പനിഷ്മെന്റ് എന്ന നിലക്ക് പകുതി സ്വത്ത് ബൈത്തുൽ മാലിലേക്ക് കണ്ടുകെട്ടുന്ന, അങ്ങനെ പറയുന്നു റസൂലുള്ളാഹ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റു നിയമങ്ങൾ പോലെയല്ല സാമ്പത്തിക ഇടപാട്. അത് വളരെ ഗൗരവമാണ്. കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ പിടിച്ചു വാങ്ങാൻ വകുപ്പുള്ള ശിക്ഷ ദുനിയാവെന്നും പുറമെ ആഖിറത്തിൽ ശിക്ഷ കിട്ടുന്നൊരു വകുപ്പ്. എന്താ ആഖിറത്തിന് ശിക്ഷ? ആഖിറത്തിൽ ശിക്ഷ വേറെയാണ്, വളരെ ഗൗരവമാണ്. വഅൻദർതുക്കും, നമുക്ക് ഖുർആന്റെ വാക്ക്, വഅൻദർതുക്കും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ അല്ലദീ കസ്സബ വതവല്ലാ വസയുജന്നബുൽ അത്ഖാ അല്ലദീ യൂതി മാലഹു യതസക്കാ. നമ്മൾ സാധാരണ അധിക ദിവസങ്ങളിൽ ബോധി കേൾക്കുന്ന നമസ്കാരത്തിലേക്ക് പോകുന്ന ഒരു സൂറത്തിലൊരു വാക്യം, വഅൻദർതുക്കും നാറൻ തലല്ലാ, കത്തി ജ്വലിക്കുന്ന അഗ്നിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ താക്കി നൽകുന്നു. വഅൻദർതുക്കും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ, അതിദൗർഭാഗ്യവാനായ, അങ്ങേയറ്റം ദൗർഭാഗ്യവാനായ ആളല്ലാതെ അതിൽ പോവില്ല. അങ്ങേയറ്റം ദൗർഭാഗ്യവാനായ തലല്ല എന്ന് പറഞ്ഞ ആ തീകൊണ്ടത്തിൽ അയാൾ ഇങ്ങനെ അഗ്നിനാളങ്ങൾക്കൊപ്പം താഴ്ന്നു പൊങ്ങേണ്ടി എരിഞ്ഞു പൊരിയേണ്ടി വരുന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ്. എന്നിട്ട് പറയുന്നു വസൈജന്നബുൽ അത്ഖാ, ഏറ്റവും അധികം തഖ്വയുള്ള ആൾ, തഖ്വയുള്ള ആളെന്നല്ല, അത്ഖാ ഖുർആൻ ഉപയോഗിച്ച 2 സ്ഥലത്ത് ഉപയോഗിച്ചുള്ള ഒന്നതാണ്.
അത്ഖ എന്നതിന്റെ അങ്ങേയറ്റത്തെ രൂപത്തിൽ ഉപയോഗിച്ച് അത്ഖ എന്ന് ഉപയോഗിച്ച് വസൈജന്നബുൽ അത്ഖ, ഏറ്റവും അധികം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ ആ പറയുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. ആരാണത്? അല്ലെങ്കിൽ യൂതി മാലഹു യതസക്ക, തന്റെ ധനം സംസ്കരണത്തിന് വേണ്ടി തെസ്കിയത്ത് നൽകുന്ന ആളുകൾ അഥവാ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, ആ ആളുകൾ നരകത്തിൽ പോവില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ പണം ചെലവഴിക്കാതെ സക്കാത്ത് കൊടുക്കാതെ നരകശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഏറ്റവും വലിയ ധർമ്മനിഷ്ഠ തക്കമുള്ള ആളെന്താ? ഏറ്റവും നല്ല മുത്തക്കിയാരങ്ങള് പണത്തിന്റെ ബാധ്യതകളൊക്കെ വീട്ടി നരകത്തിന് രക്ഷപ്പെടുന്നു. നരകത്തിൽ രക്ഷപ്പെടണം. ആ നരകത്തിന് പരലോകത്തെ ശിക്ഷ, ദുനിയാവിലെ ശിക്ഷ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശിക്ഷയെ പറ്റി വേറെയും പറഞ്ഞു. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് കൂടി പറയാൻ നമുക്ക് സമയമല്ല. പറയുന്നത് ഇതാണ്, ഈ ഖുർആനിനെ പറയുന്നത് അല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഈ സ്വർണവും വെള്ളിയും ഒക്കെ ഈ കെൻസായിട്ട് നിക്ഷേപമായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനാ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതൊന്നും ചെലവഴിക്കുന്നില്ല ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറ്റ ശിക്ഷ ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. എന്താ സന്തോഷ വാർത്ത അറിയിക്കുന്നത്? ശിക്ഷ ഉണ്ടെന്ന്. പരിഹസിച്ചുകൊണ്ട് അല്ല പറയുന്നത്, കളിയാക്കി അല്ല പറയുന്നത്. സ്വർണം വെള്ളിയൊക്കെ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കാതെ അത് അവനാന്റെ പത്തായത്തിലും അവനാന്റെ അലമാരിയിലും പോക്കറ്റിലും ലോക്കറുകളിലും ബാങ്കുകളിലൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേദനയിട്ട ശിക്ഷ ഉണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നു. എന്താ? യൗമ അലൈഹിം ഫീ നാരി ജഹന്നം എന്നുകൊണ്ട് അല്ല പറയുന്നതറിയും, പരലോകത്ത് നമ്മൾ ഈ ഉണ്ടാക്കിയ നാണയങ്ങളും പൈസയൊക്കെ ഉരുക്കി നമ്മളുടെ മുതുകും പാർശ്വങ്ങളും നെറ്റിത്തടങ്ങളും ഒക്കെ ചൂടാക്കും. അതുകൊണ്ട് ചൂടാക്കിയിട്ട് അള്ളാഹു പറയുന്നത് ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്നിസൂൻ, നിങ്ങൾ സമ്പാദിച്ചതല്ലേ നിങ്ങൾ അനുഭവിച്ചോളൂ, നിങ്ങൾ സമ്പാദിച്ചതല്ലേ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുഭവിപ്പിക്കും അള്ളാഹു. ആ രൂപത്തിൽ ശിക്ഷ നടപ്പാക്കും പരലോകത്ത്. റസൂലുള്ള പറഞ്ഞു, കാളസർപ്പങ്ങളായി വന്ന് ഇത് ഇവനെ കുത്തിക്കൊണ്ടേയിരിക്കും, കാളസർപ്പങ്ങളായി വന്ന് ഇവന്റെ സമ്പാദ്യങ്ങളെ കുത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. നോക്കൂ, ശിക്ഷ പരലോകത്ത്, കബറില്, ദുനിയാവില് ഒക്കെ ഈ വിഷയത്തിലാണ്. എന്താ വിഷയം? പണം, ധനം അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ വിനിയോഗിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ പണം ചെലവഴിക്കാൻ തടസ്സം എന്താ? പിശുക്ക് തന്നെ. പിശുക്കാണ് അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യം. എന്താ പിശുക്ക്? പണം ചെലവഴിക്കാൻ കഴിയില്ല. എത്ര പൈസ ഉണ്ടായാലും നിങ്ങൾ കൊണ്ടുണ്ടോ? ഈ പണ്ടൊരാൾ സക്കാത്ത് കൊടുത്ത കഥ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു പിശുക്കൻ ഒരു ആജിയമാരെ പേരിലതൊക്കെ പറയട്ടോ. അപ്പോൾ രാജാമാരെയാണ് ഇതൊക്കെ വെച്ച് കെട്ടാൻ സുഖം വെച്ചിട്ട് എന്താണ് അങ്ങനെ പേരിൽ പറയുന്നത്? നമ്മളൊക്കെ ഒരുപാട് അജ്ജ് ചെയ്തിന് എല്ലാം അങ്ങനെ പറയും ചെയ്യാലോ. ഇയാള് ഈ വയല കേട്ട് ക്ലാസ് കേട്ടപ്പോൾ മൂപ്പർക്ക് സക്കാത്ത് കൊടുക്കാനാണ്ട് അത് തോന്നി ഇയാൾ കൊടുക്കുക വെച്ചു. അപ്പൊ കണക്കൂട്ടിയപ്പോ കുറച്ച് ചില്ലറ പൈസ കണ്ടു കൊടുക്കാൻ, അതൊക്കെ കൂടി മൂപ്പര് ചില്ലറാക്കി അത് കൊടുക്കാൻ ഒരു കഴിയില്ല. ചില്ലറൊക്കെ കണക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി 5-10 കുറുപ്പിയാക്കി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൊടുക്കാൻ കൈതാണ് പോണ്ടത്, അതിന് തോന്നില്ല. മൂപ്പരൊക്കെ ഇങ്ങനെ ഒരു ബെൽറ്റ് തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് അരയിൽ കിട്ടി പോലും. അങ്ങനെയാണ് അതിനെപ്പറ്റി ആ കഥ പറയാറില്ല. അരയിൽ കെട്ടി തുണിന്റെ മുകളിൽ ഒരു പള്ളിക്ക് എന്നിട്ട് പറഞ്ഞതാ, ഞാൻ എന്റെ സക്കാത്തൊക്കെ കണക്ക് കൂട്ടി അരയിൽ കെട്ടിട്ട് വേണ്ടതിൽ പിടിച്ചു വാങ്ങിക്കോളിയർ, തന്നിട്ട് കിട്ടൂല. അതന്നെ, അത് കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് പോകൂല. അത് വേണമെങ്കിൽ പിടിച്ചു വാങ്ങാന്നല്ലാതെ അത് കിട്ടില്ല. ആ ജാതി പിശുക്ക് മനുഷ്യന്മാർക്ക്. അല്ലെങ്കിൽ ഖുർആൻ പ്രയോഗം നോക്കി നിങ്ങൾ. പിശുക്കുന്ന ആളുകൾ, പിശുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ആളുകൾ, അവ നൽകിയ അനുഗ്രഹങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ. നമുക്ക് 3 ബന്ധമുണ്ടല്ലോ. ഒന്ന് പിശുക്കും, രണ്ടാമത്തെ സ്വയം പിശുക്കല്ല, പിശുക്കുന്ന വലിയ കാര്യമാണെന്നുള്ള വേറെ തോന്നിപ്പിക്കും, വേറെ അങ്ങനെ പ്രേരിപ്പിക്കും. അതാണ് അതിന്റെ സത്യം. അല്ലാതെ അങ്ങനെയൊന്നും ചെലവാക്കിയിട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യമൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഒന്നൊക്കെ കരുതണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ആ പിശുക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ കൽപ്പിക്കുന്ന ആൾ. മൂന്നാമത് അള്ള ചെയ്ത അനുഗ്രഹം അവർ മറച്ചു വെക്കുന്ന, അങ്ങനെ പടച്ചു ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ടാവും. അതൊരു കുട്ടിനോട് മിണ്ടൂല, ഒരു കുട്ടിയോട് മിണ്ടൂല. മിണ്ടാതാ അത് ആൾക്കാരുണ്ടെന്ന് അറിയും, അറിഞ്ഞ അവർക്ക് കൊടുക്കേണ്ടില്ലേ, ഓരോ ചോദിക്കൂലേ, അതിനായിട്ട് മിണ്ടൂല. ആ ജാതി പിശുക്കന്മാര് പിശുക്കുകയും പിശുക്കിന് പ്രേരിപ്പിക്കുകയും
പടച്ചവന്റെ അനുഗ്രഹങ്ങൾ മറക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അനുഗ്രഹങ്ങളെ പറ്റി ഖുർആൻ പറയുന്നത് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ആളുകളോട് പറയുന്ന, എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനുഗ്രഹം പടച്ചവൻ നൽകിയിട്ടുണ്ട്, എനിക്ക് ജീവിക്കാൻ അള്ളാഹു ഇഷ്ടം പോലെ വകന്നിട്ടുണ്ട്, നല്ല സുഖമാണ് എന്ന് ആരെയും പറയണം. അത് പറയണമെന്നാ. നിങ്ങൾ ഞാൻ വെറുതെ തമാശ വരട്ടെ. അപ്പൊ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളുടെ കാണുമ്പോൾ ചോദിക്കുക, എങ്ങനെയുണ്ട്, എന്താ സുഖം? തക്കടൊന്നുമില്ല. എന്നെങ്കിലും ഒരു മലയാളി നല്ല സുഖാന്ന് പറയേണ്ടതുണ്ടോ? നമ്മൾ മലയാളികളുടെ ശൈലി അനുസരിച്ച് അറബികളെ പറ്റി നമുക്ക് കൂടുക. ഓരോ കൈഫൽഹാലി അൽഹംദുലില്ലാ ബിഖൈർ എന്നാ പറയാം. അൽഹംദുലില്ലാ ബിഖൈർ, നല്ല സുഖാണ്, സന്തോഷമാണ്. ഏതവസ്ഥയിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, റസൂൽ പഠിപ്പിച്ച ശൈലിയത. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും സർവസ്തുതിയും പടച്ചവനാണ്. ഈ പ്രയാസം ഉണ്ടെങ്കിൽ പറയേണ്ട അത്രേ ഉള്ളൂ. കുറഞ്ഞിരിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിൽ ഇപ്പോൾ റസൂൽ പഠിപ്പിച്ച ശൈലി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും സർവസ്തുതിയും പടച്ചവനെ നിനക്കാണെന്ന് പറയുന്ന മനസ്സ്. നമ്മൾ മലയാളികൾ എന്താ പറയാ, നല്ലോണം ഉണ്ടായിരുന്നു, തർക്കമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നമ്മളെന്തോ കുഴപ്പത്തിന്റെ ആൾ, കുഴപ്പമൊന്നുമില്ല എന്നേ പറയുള്ളൂ. നല്ല സുഖാണ്, അൽഹംദുലില്ലാഹ്, ഇഷ്ടംപോലെ പടച്ചവൻ നൽകിയിട്ടുണ്ട്, നല്ല സമ്പത്തുണ്ട്, സുഖാണ്, നമ്മൾ ആരെയും പറയുന്നുണ്ടോ? അത് പറയാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. നമ്മുടെ നാവും ശൈലി ജീവിത രീതിയൊന്നും അങ്ങോട്ട് മാറി വരുന്നില്ല. അത് അങ്ങനെ പറയണം. ഇഷ്ടംപോലെ പണം ഉണ്ടെങ്കിലും സൗകര്യം, ആ അനുഗ്രഹം അനുഭവിക്കാനും അത് കൊടുക്കാനും അത് കൊടുക്കുന്നതിലും കാര്യങ്ങൾ. പണം എത്ര മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിലും അതിനെപ്പറ്റി ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക് അത് അല്ലാഹ് നിങ്ങൾക്ക് നൽകിയതാണെന്ന. അങ്ങനെ ഒരു പ്രയോഗം, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പണം. സൂറത്തുൽ നൂർ പറയുന്നത് ആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് അങ്ങോട്ട് നൽകുകയാണ്. എങ്ങനെ ശരിക്കും പറയണ്ടേ? നമ്മളവർക്കനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ ആ മുതല് കുറച്ച് പേർക്ക് കൊടുത്തിരിക്കുന്നതല്ലേ? അങ്ങനെയല്ല. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ധനം നിങ്ങൾ അവർക്ക് അങ്ങോട്ട് നൽകണം. ആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണം. എത്ര സ്ഥലത്ത് അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അപ്പൊ അത് നിങ്ങൾ ശരിക്കും ആലോചിക്കുക, എന്താ പറഞ്ഞത്? നമ്മള് വൈകുന്നേരം വരെ ജോലി ചെയ്ത് നമ്മൾ കയ്യിൽ കിട്ടുന്ന പണം, കൂലി, ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന കൂലി, മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന കൂലിന്നോ ശമ്പളം എന്തോ പറയുന്ന അത്, ഇതൊക്കെ നമ്മളെ കയ്യിൽ, അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് വർഷം കഴിയുമ്പോൾ, അല്ലെ ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, ദിവസത്തിലൊരിക്കൽ രാത്രി കണക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ബാക്കി ബാലൻസ്, മിച്ചം, ഇത് നമ്മളെ കയ്യിൽ നിന്ന് നിൽക്കുമ്പോൾ അതിനെപ്പറ്റി പടച്ചോ ഇങ്ങനെ നമ്മളിങ്ങനെ സന്തോഷത്തോടെ കയ്യിൽ നിന്ന് പിടിച്ചു നിൽക്കുമ്പോൾ പടച്ചോ പറഞ്ഞെന്താ അറിയോ? അത് ഞാൻ നിനക്ക് നൽകിയതാണ്. അത് സമ്മതിക്കാൻ കഴിയുമോ മനസ്സിന്? നമ്മളിങ്ങനെ വൈകുന്നേരം വരെ ജോലിയെടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ പണം, അല്ലെങ്കിൽ മാസാന്തം ശമ്പളം വാങ്ങുന്ന കാശ്, അല്ലെങ്കിൽ വർഷാന്തം കണക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ബാലൻസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ പടച്ചോ പറഞ്ഞെന്തറിയോ? അക്കൗണ്ടിൽ ഇട്ടിട്ട് ആ കണക്കും റെസിറ്റൊക്കെ അതിന് പ്രിന്റ് ഔട്ട് വാങ്ങി നമ്മുടെ കയ്യിൽ ഇങ്ങനെ കണക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ടല്ലോ പടച്ചോ അതിനെ പറ്റി പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് നൽകിയതാണ്. അങ്ങനെ ഉണ്ടോ? പടച്ചോ നൽകിയത് ആണെന്നല്ല പറയുന്നത്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടി? അത് വാങ്ങി നമ്മൾക്ക് ഉപയോഗിക്കാം. പടച്ചോ പറഞ്ഞിട്ട് ചില ആളുകൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ലവർക്കോ കൊടുത്തോളണം. നോക്കുക, ആ ബോധം വളർത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അത് വളർത്തിയെടുത്തെങ്കിലേ കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുള്ളൂ. കൊടുക്കാനുള്ള മനസ്ഥിതി. നമുക്ക് ഒരിക്കലേ ഒരു അറാബി, ഒരു നാട്ടുപുറത്തുകാരനായ ഒരു നാട്ടുപുറത്തുകാരനായ അറബി, അദ്ദേഹം കുറെ ഒട്ടകങ്ങളെ, ആടുകളെങ്ങനെ മേച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മലയുടെ താഴ്വരയിൽ ഒന്നായി. അപ്പൊ ഒരാളോട് ചോദിച്ചു, ലിമൻ ഹാദിഹിൽ മാൽ, ലിമൻ ഹാദിൽ മാൽ, ഈ ധനമൊക്കെ ആരുടേതാന്ന് ചോദിച്ചു. ഇതൊക്കെ ആരുതാന്ന് ചോദിച്ചു. അങ്ങനെയാണ് ചോദിക്കുന്നത്, ഈ കാണുന്നൊക്കെ ആരുതാ ചോദിച്ചു. അപ്പൊ അതേ പറഞ്ഞ മറുപടി എന്താ പറയുക? നിങ്ങള് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലില്ലാഹി സുമ്മ ലില്ലാഹി സുമ്മ ലില്ലാഹി സുമ്മലി. വേറെ റിപ്പോർട്ടിൽ ലില്ലാഹി ഫിയദി. എന്താ പറഞ്ഞു? ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, പിന്നെയും അള്ളാഹുവിൻ്റെതാ, പിന്നെയും അള്ളാഹുവിൻ്റെതാ, പിന്നെ എന്റേതാണ്. അല്ല, വേറെ റിപ്പോർട്ടിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, ഫിയദി, എന്റെ കയ്യിൽ പടച്ചോ ഏൽപ്പിച്ചാണ്. നമ്മൾ ഇത്രയും പറഞ്ഞ ആയത്തിന്റെ ഒക്കെ അർത്ഥമാണ് ഇപ്പത്. ഇത്രയും നമ്മൾ ഓതി പറഞ്ഞ ആയത്തുകളുടെ ഒക്കെ തത്വങ്ങൾ ഏറ്റവും ചുരുക്കി അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അങ്ങനെ പറയാൻ കഴിയുമോ നമുക്ക്?
അങ്ങനെ നമുക്ക് പറയാൻ കഴിയണ്ടേ? അങ്ങനെ കഴിയുമ്പോൾ പടച്ചോൻ പറഞ്ഞ കണക്കനുസരിച്ച് അങ്ങനെ കൊടുക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ കിട്ടുന്ന ധനമൊക്കെ പിന്നെ എന്തിനാണ്? അതുകൂടി ചിന്തിച്ചു നോക്ക്. നമ്മൾക്ക് ഒരാൾക്ക് ജീവിക്കാൻ, നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കാലോ, നമ്മൾക്ക് ഒരാൾക്ക് ജീവിക്കാൻ നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിന്റെ ഈ വരുമാനത്തിന്റെ എത്ര ശതമാനം വേണം നമുക്ക്? എത്രയോ ചെറിയ ശതമാനം മതി, ബാക്കിയൊക്കെ ബാക്കിയാ. അവ പറയാണ്ട് ഭാര്യ, മക്കൾ, കുടുംബം ആട്ടെ, അവർക്ക് കൂടി ഒരിച്ചു കൊടുക്കുക, അവർക്കും ജീവിക്കണം. അവരുടെയൊക്കെ നിത്യ ചെലവുകളും വരുമാനം, വീടും കുടുംബം ഒക്കെ വേണം, മാന്യമായിട്ട് ജീവിക്കണം, ആട്ടെ, അതൊക്കെ ചെലവാക്കുക. നമുക്ക് അത്രയും കിട്ടുമ്പോൾ ഒരാൾക്ക് അല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ 10 അംഗങ്ങളുള്ളൊരു വീട്ടിൽ എല്ലാ ആളുകളും സമ്പാദിക്കാറുണ്ടോ? ഇല്ല. ചില ബാപ്പ മാത്രമേ സമ്പാദിക്കുന്നുണ്ടാവുള്ളൂ. ആ ബാപ്പാന്റെ കയ്യിലാണ് പണം മുഴുവനും കിട്ടുന്നത്. ബാക്കി ഭാര്യയും അഥവാ ഉമ്മയും മക്കളും അയാളുടെ ബാപ്പിയും ഒക്കെ ആശ്രയിക്കുന്ന ആരെയാണ്? ഈ ഒരു മനുഷ്യനെയാണ്. അയാളിൽ നിന്നാണ് അവർക്കൊക്കെ കിട്ടുന്നത്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന പണം ആർക്കുള്ളതാണ്? അയാൾക്ക് ഒറ്റക്കാണെങ്കിൽ അത്ര മതി. നമ്മളെ വാപ്പാരെ ചിലപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ കൂടി ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, എന്റെ ഒറ്റക്കുള്ള ചെലവ് നടത്താനൊക്കെ എനിക്ക് അങ്ങാടി കൂടെ വെറുതെ അങ്ങോട്ട് കൂടെ നടന്നാൽ എന്ത് കാര്യം? നിങ്ങൾക്കൊക്കെ ചെലവേറ്റോണ്ടല്ലേ എനിക്കൊക്കെ അധ്വാനിക്കേണ്ടി വരുന്ന വാപ്പാര്, കുറച്ച് വയസ്സായ വാപ്പാര് പറയില്ല അങ്ങനെ, നോക്കൊക്കെ തരണ്ടോണ്ടല്ലേ. അപ്പൊ നോക്കൊക്കെ തരണ്ടോണ്ട് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഒരാളുടെ കയ്യിൽ കാശ് കിട്ടുന്നത് അയാൾക്കല്ല, അയാൾക്കാണെങ്കിൽ കുറച്ച് കിട്ടിയാൽ പോരെ. അയാൾ ആശ്രയിക്കുന്ന ആളുകൾക്ക് കൂടി കൊടുക്കാനാണ്. ആ ആശ്രയിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിനകത്തുള്ളവർ മാത്രമല്ല, ആ വൃത്തത്തിന് പുറത്തും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ ബാധിതപ്പെട്ട ആളുകളുണ്ട്, ഇങ്ങനെ കിട്ടാത്ത ആളുകളുണ്ട്, നമ്മളെ പോലെ ജോലി ചെയ്യാനോ സാമർഥ്യമോ ഇല്ലാത്ത ആളുകളുണ്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്, ദരിദ്രരുണ്ട്, ആവശ്യക്കാരുണ്ട്. ആ ആളുകളിലേക്ക് കൂടെ നീങ്ങണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. നോക്കൂ, നമ്മള് ചില ആളുകൾ സമ്പാദിക്കാൻ സമർത്ഥരായിരിക്കും, തൊട്ടതൊക്കെ പൊന്നാവും, അങ്ങനെ ചില ആളുകളുണ്ട്.